ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമന്ന ശുശ്രൂഷയിൽ ഭാവാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വായിച്ച് കേൾപ്പാനുള്ളത് പടിയിറങ്ങുന്നു. അതിൻ്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത്: വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. സദൃശവാക്യം 20:1. നൂറ്റാണ്ടുകളായി സ്വിസ് ചിത്രകാരന്മാർ വിലമതിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ മൗണ്ട് നീസൻ അതിമനോഹരമാണ്. എന്നാൽ നിങ്ങളുടെ ശ്വാസം ശരിക്കും ഒന്നെടുക്കാൻ സാധിക്കുക അക്ഷരാർത്ഥത്തിൽ തന്നെ പർവ്വതത്തിന്റെ വശത്തുകൂടിയുള്ള 11,674 പടികൾ ലോക റെക്കോർഡ് ഗോവണി കയറി മലയുടെ മുകൾ ഭാഗത്ത് എത്തുമ്പോഴാണ്. സന്ദർശകരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി 1910 കുത്തനെയുള്ള ചരിവിൽ ഒരു ഫ്യൂണിക്കുലാർ റെയിൽപാത നിർമ്മിച്ചപ്പോൾ 60% ഗ്രേഡിയന്റിന് അടുത്തായി ഒരു കൂട്ടം പടവുകളും ചേർത്തു. 7700 അടി ഉയരമുള്ള കൊടുമുടിയുടെ മുകളിലേക്ക് പടികൾ കയറുന്നത് 33 തവണ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കയറുന്നതിന് തുല്യമാണ്. താഴേക്ക് പതിക്കുന്ന രീതിയിൽ നടക്കുന്ന മറ്റൊരു കൂട്ടം പടികളുണ്ട്. ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകൾ അതിലൂടെ ഇറങ്ങി നരകത്തിന്റെ കുഴിയിലേക്ക് പതിക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളിൽ ഒന്നാണ് മദ്യം. നൂറ്റാണ്ടുകളായി ഈ ദ്രാവകം കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. അപകട മരണങ്ങളും ഉണ്ടാകാൻ ഇടയാക്കിയിട്ടുണ്ട്. അനേകരെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ച അസംഖ്യം ആളുകൾ വഴിതെറ്റി. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. നമുക്കറിയാം, ഇന്നത്തെ ലോക ജനസംഖ്യയില് ഏകദേശം 40% വ്യക്തികളും മദ്യത്തിന്റെയും മയക്കുമരുത്തിന്റെയും തീവ്രമായ അടിമത്വത്തിലാണ്, വീഴ്ചയിലാണ് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. ജീവിതത്തിൽ പല കുടുംബങ്ങളും അറ്റുപോകുന്നതിന് പ്രധാന കാരണം ഈ ദുശീലങ്ങളാണ് എന്ന് നമുക്ക് ലോകത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കൊണ്ട് സാധിക്കും. ഈ ദുശീലങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് മനുഷ്യരിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം എവിടെ നോക്കിയാലും ഇന്ന് ഒരു സ്വല്പം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്വമില്ലാത്ത ഒരു മേഖലയും കാണുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകൾ, കലാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ റാക്കറ്റുകൾ, മാഫിയകൾ അവിടെ പോയി ഇതുപോലുള്ളതായ മോശമായ പ്രവൃത്തികൾ ചെയ്ത് വരും തലമുറകളെ നശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ളതായ ഈ സംഭവ വികാസങ്ങളെ ലോകത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒരു ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ലോകത്തെ മാറ്റിമറിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യനായ ദൈവത്തിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. പാപമംഗലമായ ലോകത്തിൽ പാപം മൂലം അധർമ്മത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതായ സുപ്രധാനമായ ലക്ഷ്യബോധത്തോടുകൂടെ നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ സമന്വയം മാറ്റത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയും. അതിനുള്ളതായ ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ പരിവർത്തനത്തിനു വേണ്ടി ഓരോ പ്രവൃത്തികളും ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ലോകത്തെ വീണ്ടെടുപ്പാൻ, നമ്മെ സഹായകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിൽ നിന്ന് നാം ആമുഖത്തിൽ വായിച്ചതുപോലെ വീഞ്ഞു പരിഹാസ്യം, മദ്യം കലഹക്കാരനുമാകുന്നു. ആയതുകൊണ്ട് ഈ അധാർമികമായ സ്ഥിതിയിൽ നിന്ന് മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്.
മദ്യാസക്തിയുടെ താഴ്ത്തട്ടിലേക്കുള്ള പടികൾ ഇറങ്ങുന്നത് ശ്രദ്ധേയമായ സ്ഥിതി വിവരക്കണക്കുകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അമിതമായ മദ്യപാനം മൂലം അമേരിക്കയിൽ പ്രതിവർഷം 82,000 പേർ മരിക്കുന്നു. രാജ്യത്തെ മൂന്നാമത്തെ പ്രധാന ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട കാരണമാണിത്. അമേരിക്കയിലെ ആശുപത്രി കിടക്കകളിൽ 40% മദ്യപാനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. മദ്യപാനത്തിന്റെ പാതയിലൂടെ നാശത്തിലേക്ക് നയിക്കപ്പെടരുത്. നിങ്ങളുടെ ദുർബലമായ ഇച്ഛാശക്തിക്ക് തടയാൻ കഴിയാത്ത ഒരു വഴിവെടുപ്പ് നിറഞ്ഞതാണ് ഈ പാത. ഇത് പ്രയോഗത്തിൽ വരുത്തുക. മദ്യപാനവുമായി മല്ലിടുന്ന ഒരാളെ നിങ്ങൾക്കറിയാമോ? അത് നിർത്താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ആയതുകൊണ്ട് ലോകത്തിൽ സമൂലമായ ഒരു വലിയ മാറ്റം വരുത്തിയെടുക്കുവാൻ നാം അത്യന്താപേക്ഷിതമായി ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നാം ശ്രമിക്കുകയാണെങ്കിൽ, നാം ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ, അതേ ലോകത്തിലുള്ളതായ എല്ലാ മനുഷ്യവർഗത്തെയും തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന സകല സമൂഹത്തെയും വീണ്ടെടുക്കുവാൻ നമുക്ക് പര്യാപ്തമായി തീരും. നമ്മുടെ പ്രവർത്തികൾ ദൈവദത്തമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണമായിരിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ അടികളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ മാനിക്കണം, സഹായിക്കണം. രോഗാവസ്ഥകളിലായിരിക്കുന്നവർക്ക് പൂർണ്ണമായി വിടുതലും ആശ്വാസവും കൊടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.